Let's study the poem Mirror with the help of a mentor. beneath the surface. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ഈ സർഫേസ് എന്ന് പറഞ്ഞാൽ ഉപരിതലം, ബിനീത് അതിന് താഴെ. അപ്പോൾ ഈ ഒരു ഉപരിതലത്തിന് താഴെ നിങ്ങൾ ശരിക്കും ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻസ് വെൻ ദ റിഫ്ലക്ഷൻ സ്റ്റാരിങ് ബാക്ക് അറ്റ് യു? അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മളെ തിരിച്ചു നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് നോ ജസ്റ്റ് എ സൈലന്റ് ഒബ്സർവർ. അത് ശരിക്കും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷകനല്ല, ബട്ട് എ വിറ്റ്നസ് ടു യുവർ ഡീപ്പസ്റ്റ് സീക്രട്സ്. പക്ഷേ എന്താണ്? നിങ്ങളുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ആഴത്തിലുള്ള രഹസ്യങ്ങളുടെ ഒരു സാക്ഷ്യം വഹിക്കുന്ന ആൾ കൂടെയാണ്. Here is a poem that explores how a mirror image shapes the person we see and the one we struggle to accept. നമ്മൾ കാണുന്ന വ്യക്തികളും അതേപോലെ തന്നെ നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയും എങ്ങനെയാണ് ഒരു മിറർ ഷേപ്പ് ചെയ്യുന്നത് എന്ന് ഈ ഒരു കവിത എക്സ്പ്ലോർ ചെയ്യുന്നു, അത് അന്വേഷിക്കുന്നു, പര്യവേഷണം നടത്തുന്നു. മിറർ ബൈ സിൽവിയ പ്ലാത്ത്. മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണാടി അല്ലേ? ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഞാൻ വെള്ളിയാണ് ആൻഡ് എക്സാക്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? എന്താണോ ഉള്ളത് അത് അതുപോലെ കാണിക്കുന്നു. ഐ ഹാവ് നോ പ്രീ കൺസെപ്ഷൻസ്. എനിക്ക് മുൻധാരണകളില്ല അല്ലെങ്കിൽ മുൻവിധികളില്ല. വാട്ട് എവർ ഐ സി ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി. ഞാൻ എന്താണോ കാണുന്നത് ഞാൻ അതിനെ അതേപോലെ ഉടനെ തന്നെ ഉൾക്കൊള്ളും. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. അതെങ്ങനെയാണോ അത് അതുപോലെ. അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. അത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്താണോ ഞാൻ മുന്നിൽ കാണുന്നത് ഞാൻ അത് അതുപോലെ ഉൾക്കൊള്ളും. ഐ എം നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ക്രൂവലായിട്ടല്ല, ഓൺലി ട്രൂത്ത്ഫുൾ. ഞാൻ സത്യസന്ധനായതുകൊണ്ടാണ്. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണേഡ്. അപ്പോൾ ഞാൻ എന്താണ്? ഒരു ചെറിയ ദൈവത്തിൻ്റെ കണ്ണുകളാണ്. ഫോർ കോർണേഡ്. എനിക്ക് 4 കോണുകളുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ മെഡിറ്റേറ്റ് ഓൺ ദി ഓപ്പോസിറ്റ് വാൾ. ഞാൻ കൂടുതൽ സമയവും ഓപ്പോസിറ്റ് വാൾ, അപ്പുറത്തുള്ള എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചുമരിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മെഡിറ്റേറ്റ് മീൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. ഇത് പിങ്ക് നിറത്തിലാണ് വിത്ത് സ്പെക്കിൾസ്. സ്പെക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുത്തും പുള്ളികളും ഒക്കെയുള്ള കറയൊക്കെ പറ്റിയിട്ടുള്ള അത്തരത്തിലാണ് ആ ചുമർ, ഓപ്പോസിറ്റ് ചുമരുള്ളത്. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് സോ ലോങ്. ഞാൻ അതിലേക്ക് ഒരുപാട് നേരം നോക്കിയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ഹാർട്ട്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്. പക്ഷേ അതിങ്ങനെ ചെറിയ രീതിയിൽ കത്തി ജ്വലിക്കാറുണ്ട്. ഫ്ലിക്കർ ചെയ്യുന്ന ഇങ്ങനെ കത്തുക. ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റസ് ഓവർ ആൻഡ് ഓവർ. അപ്പോൾ മിറർ പറയാണ്, ഓപ്പോസിറ്റ് വാളിനെയാണ് ഞാൻ കൂടുതൽ സമയവും റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ എന്നിലേക്ക് ആരെങ്കിലും മുഖം നോക്കാൻ വേണ്ടി വരുന്ന സമയത്തും അതേപോലെ ഇരുട്ട് വരുന്ന സമയത്തും അത് ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഒരു വാളിനെയും മിററിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ മിറർ പറയാണ്, ഞാൻ എന്താണോ കാണുന്നത് അത് അതേപോലെ പറയും. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാം പെടാതിരിക്കാം. ഞാനത് ചെയ്യുന്നത് ഞാൻ ക്രൂരനായിട്ടല്ല, പക്ഷെ ഞാൻ ട്രൂത്ത്ഫുൾ ആയതുകൊണ്ടാണെന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. നൗ ഐ എം എ ലേക്ക്. ഇപ്പോൾ ഞാനൊരു തടാകമാണ്. എ വുമൺ ബെൻസ് ഓവർ മീ സെർച്ചിങ് മൈ റീച്ചേഴ്സ് ഫോർ വാട്ട് ഷി റിയലി ഈസ്. ഒരു വുമൺ എൻ്റെ മുകളിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൾ എന്താണ്? അവളുടെ യാഥാർത്ഥ്യം, അവളുടെ യഥാർത്ഥ സത്വം, അവൾ ആരാണ് എന്ന് തിരയുകയാണ്. ദെൻ ഷി ടേൺസ് ടു ദോസ് ലയേഴ്സ്. എന്നിട്ട് അവൾ ആ കളവ് പറയുന്നവരിലേക്ക് തിരിയുന്നു. ദ കാൻഡിൽസ് ഓർ ദി മൂൺ. ദ കാൻഡിൽസ്, ഈ മെഴുകുതിരികളോ അല്ലെങ്കിൽ ചന്ദ്രനോ. ഐ സീ ഹർ ബാക്ക് ആൻഡ് റിഫ്ലക്ട് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി. ഞാൻ അവൾക്ക് തിരിച്ചു കാണിച്ചു കൊടുക്കുന്നു, ഞാൻ അവൾക്ക് പ്രതിധ്വനിപ്പിച്ചു കൊടുക്കുന്നു. ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി, സത്യസന്ധമായിട്ട് തന്നെ. അവൾ ആരാണ്, അവളുടെ സത്വം എന്താണ്, അവളുടെ യാഥാർത്ഥ്യം, ഇതൊക്കെ ഞാൻ ട്രൂത്ത്ഫുൾ ആയിട്ട് തന്നെ അവൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഷി റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. അവൾ എനിക്ക് റിവാർഡ്സ് ചെയ്യുന്നത്, അഥവാ അവൾ എനിക്ക് തിരിച്ച് പ്രതിഫലമായിട്ട് നൽകുന്നത് ടിയേഴ്സ്, കണ്ണീരുകളാണ്, ആൻഡ് അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്, അതേപോലെ തന്നെ വ്യാകുലതകൾ, ടെൻഷനോട് കൂടിയിട്ടുള്ള ഹാൻഡ്സ്, കൈകളുമാണ്. ഐ എം ഇമ്പോർട്ടൻറ്റ് ടു ഹർ, ഷി കംസ് ആൻഡ് ഗോസ്. ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻറ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അവളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ. എന്നിട്ടും അവൾ എന്നെ വന്ന് കാണാറുണ്ട്, എന്നിട്ട് അവൾ പോകാറുണ്ട്. ഈച്ച് മോർണിംഗ് ഇറ്റ്സ് ഹർ ഫേസ് ദാറ്റ് റിപ്ലേസസ് ദ ഡാർക്ക്നെസ്. എല്ലാ മോർണിംഗുകളും, ഓരോ മോർണിംഗുകളും ഡാർക്ക്നെസ് ആണ് അവളിലൂടെ റീപ്ലേസ് ചെയ്യുന്നത്. ഇൻ മീ ഷി ഹാസ് ഡ്രൗൺഡ് എ യങ് ഗേൾ. അവൾ എന്നിൽ ഒരു യങ് ഗേളിനെ, ഒരു യുവതിയായിട്ടുള്ള ഒരു ഗേളിനെ ഡ്രൗൺ ചെയ്തിട്ടുണ്ട്, അഥവാ മുക്കിക്കൊന്നിട്ടുണ്ട്. ആൻഡ് ഇൻ മീ an old woman rises toward her day after day like a terrible fish. അപ്പോൾ എന്നിൽ ഒരു ഓൾഡ് വുമൺ ഉയരുന്നു, ടുവാർഡ് ഹർ ഡേ ആഫ്റ്റർ ഡേ. എല്ലാ ദിവസവും, ഓരോ ദിവസത്തിന് പിറകെയുള്ള ഓരോ ദിവസങ്ങളിലും എന്ത് ചെയ്യുന്നു? ഒരു ഓൾഡ് വുമൺ എന്നിൽ റൈസ് ചെയ്യുന്നുണ്ട്, ടുവാർഡ് ഹെർ, അവൾക്ക് നേരെ. അതായത് ഞാൻ എല്ലാ ദിവസവും അവൾക്ക് അവളുടെ ആ ഒരു ഓൾഡ് രൂപത്തെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ലൈക്ക് എ ടെറിബിൾ ഫിഷ്, ഒരു ടെറിബിൾ ഫിഷിനെ പോലെ. അപ്പോൾ ഈ ഒരു ഓൾഡ് വുമണിനെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. അവർ ഒരു യങ് ഗേളിനെ, അതായത് അവരുടെ തന്നെ ആ ഒരു യങ് രൂപത്തെ ഈ ഒരു കണ്ണാടിയിൽ മുക്കിക്കൊന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ വന്നിട്ട് അപ്പോഴും അവർ നോക്കാറുണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഓൾഡ് ആയിരിക്കുന്ന സമയത്തും അവർ കണ്ണാടി വന്ന് നോക്കുന്നു. അപ്പോൾ തൻ്റെ വാർദ്ധക്യത്തെ കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് കണ്ണാടിക്ക് അവർ തിരിച്ചു നൽകുന്നത് കണ്ണീരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.